നമസ്കാരം. നിശ്ചയദാർഢ്യമുള്ള സ്ത്രീകളുടെ വിജയ കഥകളുമായി പുതിയൊരു അധ്യായം കൂടി. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. അപ്പോൾ ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിൽ നമ്മുടെ കൂടെ അതിഥികളായിട്ട് വരാൻ പോകുന്നത്, ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ സിനിമയിലും സീരിയലിലും ഒക്കെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നമുക്ക് വേണ്ടി സമ്മാനിച്ച രണ്ട് പ്രതിഭകളാണ്. അപ്പോൾ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ മിന്നം താരങ്ങൾ നിയാസ് ആൻഡ് മീര. കാർപ്പറ്റിലേക്ക് സ്വാഗതം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പൊ ഇവരാണ് ഇന്ന് റെഡ് കാർപ്പറ്റിൽ നമ്മുടെ കൂടെ കൂടുതൽ വിശേഷങ്ങളും അവരുടെ പാട്ട്, ഡാൻസ്, ഗെയിം ഒക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇരുന്ന് സംസാരിക്കാം അല്ലേ? അതല്ലേ നല്ലത്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് നിൽക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ, ഒരു കസേര കെട്ടി അപ്പം അവിടെ ഇരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ എന്താ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ചെയർസ് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ മീര ചേച്ചി ആൻഡ് നിയാസിക്ക, നിങ്ങളുടെ അടുത്ത് കുറെ കാര്യങ്ങൾ ചോദിക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ദിവസമായിരുന്നു. ഞാൻ തന്നെ നിയാസിക്കയോട് ചോദിക്കട്ടെ, നിയാസിക്കയുടെ ഈ പൂച്ചക്കണ്ണനെ കുറിച്ചിട്ട് ഈ ഇൻഡസ്ട്രിയിൽ വന്ന സമയം മുതൽ എല്ലാവരും ചോദിക്കുന്നതായിരിക്കും അല്ലേ? പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പൂച്ചക്കണ്ണെന്ന് പറയുമ്പോഴേ എനിക്ക് എപ്പോഴും പണ്ട് സ്കൂളിലൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര അലർജിയാണ്. അതുതരം ഈ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു വിളിയല്ല ഈ പൂച്ചക്കണ്ണ്. അതിന് നമ്മൾ പറയാന്ന് പറയാ നല്ല ലൈറ്റ് ഐസ്, അങ്ങനെ ഇംഗ്ലീഷിലൊക്കെ പറയാം. അപ്പൊ അത് കേൾക്കുമ്പോഴത്തേക്ക് ഇംഗ്ലീഷിൽ പറയാനാണ് എല്ലാം സുഖിക്കുള്ളൂ അല്ലേ? എല്ലാവരും ഈ കണ്ണ് അന്നത്തെ കാലത്ത് ഈ കണ്ണ് ലെൻസ് ഇല്ലാത്തൊരു സമയമായതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ചോദിക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ എല്ലാവർക്കും ഇപ്പൊ എനിക്ക് ഒന്ന് ശ്വാസിക്കാൻ വെച്ചിരിക്കുന്നതല്ലേ, ഇപ്പൊ അതൊരു കോമൺ സംഭവം ആയതുകൊണ്ട് അങ്ങനെ ഇപ്പൊ ആരും ചോദിക്കാറില്ല. അന്നത്തെ കാലത്ത് ഈ കാരണം ലെൻസ് ഒന്നും ഇല്ലായിരുന്ന കാലമായതുകൊണ്ട് ചോദിക്കുമായിരുന്നു. മീര ചേച്ചിയുടെ കാര്യം പറയൂ. മീര ചേച്ചി അതായത് വളരെ ലേറ്റ് ആയിട്ട് ഈ ഒരു സിനിമ സീരിയൽ മേഖലയിലേക്ക് വന്നതാണ്. നിങ്ങളുടെ ചെറുപ്പത്തിൽ ഈ സൗന്ദര്യം വെച്ചിട്ട് നിങ്ങൾ എവിടെ ഒളിച്ചിരിക്കരുത്? ഹേ സ്ത്രീ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നതിൽ ഉത്തമ ഉദാഹരണമാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇങ്ങനത്തെ കാര്യങ്ങളായിട്ട് ഒരു ഇതില്ലാത്ത ഒരാളായിരുന്നു. പിന്നെ പെട്ടെന്ന് എങ്ങനെയാ ആ സമയത്ത് നല്ല ഓഫേഴ്സ് വന്നിട്ട് ചെയ്യാത്തതാണോ? എന്തായിരുന്നു? വന്നിട്ടുണ്ട്, ഓഫേഴ്സ് വന്നിട്ടുണ്ട് ചെറുപ്പത്തിലും സിനിമയിൽ അഭിനയിക്കാനായിട്ട്. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ആഗ്രഹം തോന്നിയിട്ടില്ല. വീട്ടിലും അങ്ങനെ ഒരു, പിന്നെ ഞാൻ മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ചാനലിലൊക്കെ അങ്ങനെ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ ആദ്യത്തെ പ്രോഗ്രാം അമൃത ടിവിയിലാണ് ചെയ്യുന്നത്. അപ്പൊ ഭയങ്കര സന്തോഷം. അന്ന് ന്യൂ റിലീസസ് എന്നാന്ന് തോന്നുന്നു, ഒരു ഫിലിം ബേസ്ഡ് പ്രോഗ്രാം ആണ്. ഒരു ആങ്കറിംഗ് ലെവലിലൊക്കെ ഉള്ള പരിജ്ഞാനമുള്ള കുട്ടിയാണ്, അറിഞ്ഞിരുന്നില്ല. ഒരു ചേച്ചി, ഒരു കാര്യം ഞാൻ പെട്ടെന്ന് ഒരു കാര്യം ചോദിക്കട്ടെ, നോ പറയരുത്. അതായത് ചേച്ചിയാണ് ഈ ഷോയിന്റെ ആങ്കർ, ഞാൻ ആ കസേരയിലിരിക്കും, മീര ചേച്ചി ഈ കസേരയിലിരിക്കും. അപ്പൊ നമ്മളോട് എന്താ ചോദിക്കാന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഒരു 2 ക്വസ്റ്റ്യൻ എങ്കിലും. ചേച്ചി ഇങ്ങോട്ട് വാ, ഞാൻ അങ്ങോട്ട് വരാം, ഇരിക്കും അവിടെ ഇരിക്കും. അപ്പൊ നമ്മുടെ അമൃത ടിവിയിലെ റെഡ് കാർപ്പറ്റിന്റെ പുതിയൊരു ആങ്കറിന് ഞാൻ എന്റെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താണ് മീര. ഞങ്ങൾ രണ്ടുപേരുടെ ഗസ്റ്റുകളാണ്. ഓക്കെ, സ്വാസിക എപ്പോഴാണ് വിശ്രമിക്കുന്നത്? ഞാനൊരു 11-12 മണിയാകുമ്പോ കിടന്നുറങ്ങും. കാരണം ഞാൻ സ്വാസിക എപ്പോഴും ഫുൾ എനർജിയാണ്. എന്തെങ്കിലും എവിടെ നോക്കിയാലും സ്വാസിക സമാധാനമായിട്ട് സെറ്റിൽ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ല. സമാധാനം എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനൊരു 11-12 മണിയാകുമ്പോ എല്ലാം കഴിഞ്ഞിട്ട് സുഖമായിട്ട് ഇങ്ങനെ 12 മണിയൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് 9-10 മണി 11 മണി കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്കൊണ്ട് വ്ളോഗ് ചെയ്യാൻ പോയിരിക്കുന്നു. എന്നിട്ട് വ്ളോഗ് ചെയ്യാനായിട്ട് അവിടുന്ന് ടീം വന്നിട്ട് വ്ളോഗ് ചെയ്തിട്ട് 2 മണിക്ക് വരെ രാത്രി വ്ളോഗ് ചെയ്തിട്ട് പിന്നെ രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ്. എനർജി സപ്ലിമെന്റ്സ് വല്ലതും കഴിക്കുന്നുണ്ടോ? അതോ പാരമ്പര്യമായിട്ട് എന്റെ അച്ഛൻ, അമ്മ, അപ്പൂപ്പന്മാർക്കല്ല. അമ്മ വളരെ ശാന്തമായ, അമ്മയെ പിടിക്കേണ്ട, ശാന്തകുമാരി. എന്നാ എന്റെ അച്ഛൻ, അപ്പൂപ്പൻ, അച്ഛന്റെ ആൾക്കാർ എല്ലാവരുമായിട്ട് ഭയങ്കര എനർജി ആയതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ തരാം. രാത്രി ഒരു പ്രത്യേക തരം ഡ്രിങ്ക് എനർജി കിട്ടും. ഓക്കെ, നിയാസിനോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, നിയാസിന്റെ ഫാൻസിനെ നിയാസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? നിയാസ്, കാരണം ഞാൻ നിയാസിന്റെ കൂടെ അഭിനയിച്ച് തുടങ്ങിയതിന് ശേഷം ഈ നിയാസിന്റെ ഫാൻസിന്റെ ശല്യം എനിക്ക്. എന്റെ പഴയ ഫ്രണ്ട്സ്, എന്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ട് അവരൊക്കെ നിയാസിന്റെ ഫാൻസ് ആണ്. ഒരു 10-20 വർഷമായിട്ട് എന്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല.
എല്ലാം പെൺകുട്ടികളായിരിക്കും. എല്ലാ പെൺകുട്ടികളാണ്, എല്ലാ പെൺകുട്ടികളാണ്. എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഞാൻ ഒരു മാനേജറെ വെച്ചിട്ടുണ്ട്. പുള്ളി എല്ലാവരുടെ കോൾസ് ഇങ്ങനെ എടുക്കും. എടുത്തിട്ട് ഓരോരുത്തരെ ഇന്ന് ആരെ മീറ്റ് ചെയ്യണം, നാളെ ആരെ മീറ്റ് ചെയ്യണം, എത്ര മണിക്ക് മീറ്റ് ചെയ്യണം എന്നുള്ളത് പുള്ളി പറയുന്നതനുസരിച്ച്. നമ്മള് സെറ്റിൽ തന്നെ കണ്ടിട്ടില്ല, ചിലപ്പോ ചപ്പാത്തി വരും, കേക്ക് വരും, ഇതൊക്കെ ഒരേ സമയത്ത് വരാൻ പാടില്ലല്ലോ. എല്ലാം വെളിപ്പെടുത്തി കംപ്ലീറ്റ് വെളിപ്പെടുത്തി. മഞ്ജുവിന്റെ കേക്ക് നല്ലതാ. അയ്യോ നിയാസിക്ക, ഞാൻ കേക്ക് ബിരിയാണി സിന്ധുവിന്റെ ബിരിയാണി നല്ലത്. നമുക്ക് നല്ലതാ, ഇതിലേക്ക് കുറച്ച് ഭാഗം നമുക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, ഞങ്ങൾ വളരെ ഹാപ്പിയാണ് അതിനെ കുറിച്ച്. ഈ ആങ്കറിനെ വേണോ നാറ്റിക്കും. വേണ്ട 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 വേണ്ട. സ്വാപ്പി. അപ്പൊ പ്രിപ്പറേഷൻ ഇല്ലാതെ ആങ്കർ ചെയ്തു. അടിപൊളി. പക്ഷെ നല്ലൊരു ആങ്കറാണ് കേട്ടോ. അതായത് ഭയങ്കര ക്യൂട്ടായിട്ട് കാര്യങ്ങൾ ചോദിച്ചു. നമ്മള് രണ്ടുപേരെ ഒരു കുറച്ച് സമയം കൊണ്ട് ഭയങ്കര ചിരിപ്പിച്ചു. അത് ശരിക്കും വലിയൊരു കഴിവാണ്. നല്ലൊരു കഴിവ് നമ്മുടെ മീര ചേച്ചിക്ക്. ഓക്കെ, മീര ചേച്ചി എന്തായാലും പിള്ളേരുടെ കൂടെ അനന്തൂട്ടന്റെയും പാച്ചുവിന്റെ കൂടെ ഒക്കെ ഗെയിംസ് കളിക്കാറുണ്ടോ? ഇൻഡോർ ഗെയിംസ് ഏതെങ്കിലും? അത് നാടൻ തല്ല്, തലേനെ എടുത്തെറിയാ, എല്ലാം എടുത്ത് അന്ന് അപ്പഴ ഫേസ്ബുക്കിൽ ഒരു ദിവസം നോക്കുമ്പോഴത്തേക്ക് ഒരു പൂച്ച ഇങ്ങനെ വീട്ടില് ആ സൺഷെയ്ഡ് ഇങ്ങനെ ചാടാൻ നിൽക്കുന്നത്. അപ്പൊ ഉടനെ പൂച്ച ഇങ്ങനെ പിടിക്കാനായിട്ട് ഇവരിങ്ങനെ നിൽക്കുന്നത്. ഭയങ്കര മരത്തിൽ കുടുങ്ങിപ്പോയി. നിങ്ങളെ പൂച്ചയുടെ ജീവൻ രക്ഷിച്ചു. അതൊരു ഭയങ്കര സംഭവമായിരുന്നു. അയ്യോ, വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ചേച്ചിയുടെ ഇൻട്രോയില് ചേച്ചി നന്നായിട്ട് എഴുതും. അതായത് ഒരു കവിയത്രിയാണല്ലേ, അതും ഇംഗ്ലീഷ് കവിതകളാണ് ചേച്ചി എഴുതാറുള്ളത്. പിന്നെ ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഞാൻ അധികം വായിക്കാൻ പോകാറില്ല. ഞാൻ ആകെ ഒരു ലാഷിന്റെ കവിത മാത്രമേ വായിച്ചുള്ളൂ. അപ്പൊ അങ്ങനെയും കൂടി ഒരു പ്രതിഭയാണ്. അങ്ങനെ എഴുതാൻ കഴിവുണ്ടാവുമെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പൊ എന്തായാലും മീര ചേച്ചിക്കും നിയാസയ്ക്കും വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഗെയിം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ആ ഗെയിമിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. വരും. അപ്പൊ മീര ചേച്ചിയും നിയാസയ്ക്കും ഇതാ കളർഫുൾ ആയിട്ടുള്ള ഒരു ഗെയിം കളിക്കാനായിട്ട് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഈ റിബൺ കാണുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? റിബൺ കെട്ടിയിട്ടുണ്ട്, വെച്ചിട്ട് വേറെ ഒരു ഓർമ്മയില്ല. വേണ്ട, ഓർമ്മ ഉണ്ടാവാതിരിക്കാൻ നല്ലത്. പക്ഷെ ഞാൻ ഇവിടുത്തെ ഗെയിം എന്ന് പറഞ്ഞാൽ ഈ 2 റിബണിന്റെ ബോൾ ഞാൻ ഇവിടെ ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇതിന്റെ തുമ്പ് എന്റെ കയ്യിലല്ല, നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ തരും. എന്നിട്ട് 1 മിനിറ്റ് ടൈം ഞാൻ ഓരോരുത്തർക്കും തരും. ആ സമയം കൊണ്ട് ഈ റിബൺ മൊത്തം ഇങ്ങനെ കയ്യിലേക്ക് കയറ്റണം. പക്ഷെ അറ്റ് എ ടൈം 2 കൈയും ഇങ്ങനെ ഒരു സ്പെസിഫിക് ടൈം ഉണ്ട്. 1 മിനിറ്റ് രണ്ടുപേരും ജയിച്ചാൽ നല്ല അസൽ സമ്മാനം തരും. റെഡി? ഇപ്പൊ ആദ്യം ചെയ്യും എന്റെ പാട്ട് സെന്ററിൽ നിൽക്കണേ. അപ്പൊ റെഡി, 1 2 3 ആൻഡ് മ്യൂസിക്. Jessica, 1 minute time will തീർക്കണം. ഇന്ന് രാവിലെ വർക്കൗട്ട് ചെയ്തില്ലല്ലോ, അതിനുള്ളതാണിത്. എന്തോ എങ്ങനെ ഒരു മിനിറ്റ് ആവുന്നതിന് മുൻപ് തന്നെ തീർത്തിരിക്കുകയാണ്. എത്ര സെക്കൻഡ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 സെക്കൻഡ്സ്. വെരി ഗുഡ്. ഇനി നമ്മുടെ മീരാകുമാരി എത്ര സമയം കൊണ്ട് തീർക്കും നമുക്ക് നോക്കാം. എന്ത് പറയുന്നു? അപ്പൊ മീര ചേച്ചി ഐശ്വര്യമായിട്ട് ഈ മഞ്ഞ റിബണുകൾ കൈകളിലേക്ക് പിടിച്ചോളൂ. റിബണിന്റെ കളർ വ്യത്യാസം നല്ലതല്ലേ? ഇല്ല, കുഴപ്പമില്ല. തുടങ്ങാം. റെഡി, 1 2 3 ആൻഡ് മ്യൂസിക്. ഇത് ചെയ്ത കുറച്ചുകൂടി സമയത്തിൽ നമുക്ക് തീർക്കാൻ പറ്റും. ഏകദേശം തീർന്നോണ്ടിരിക്കുകയാണ്. ഒരെണ്ണം തീരാൻ പോവാണ്. പക്ഷെ ഒരെണ്ണം തുടങ്ങുന്നില്ലല്ലോ. ഇതൊത്തിരി സ്ലോ ആണ്. ഇത് കുറച്ച് കൂടുതലായിരുന്നു തോന്നുന്നു. പിന്നെ ഒന്നുമില്ല. ഇതൊക്കെ പൊങ്ങി വന്നു. റൈറ്റ് കൈ എത്ര സെക്കൻഡ് ആയി കേട്ട് കഴിഞ്ഞാൽ ഞെട്ടും. മീര ചേച്ചി കംപ്ലീറ്റ് ചെയ്യുന്നത് വെറും 34 സെക്കൻഡ്.
നിയാസിക കംപ്ലീറ്റ് ചെയ്തത് 50 സെക്കൻഡ്സ് എടുത്തു. അപ്പോൾ ഈ ഗെയിമിൽ വളരെ ഗംഭീരമായിട്ട് തോറ്റിരിക്കുന്നത് നമ്മുടെ സ്വന്തം നിയ. ഈ ഗെയിമിൽ അതിഗംഭീരമായി ജയിച്ചിരിക്കുന്നത് മീര. തോറ്റതിന്റെ സന്തോഷമാണ് നമ്മളെ ജയം ഏത് രീതിയിലാണെങ്കിലും, ജയമാണെങ്കിലും തോൽവിയാണെങ്കിലും ആഘോഷിക്കണം. അതാണ് ആ ആഘോഷം അങ്ങനെ പോസിറ്റീവായിട്ട് ഇരിക്കുന്നതാണ് താങ്കളുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം അല്ലേ? യെസ്. അപ്പൊ നമുക്ക് നിയാസിക്കുള്ള പണിഷ്മെന്റ് എന്താണെന്ന് അറിയണ്ടേ? അതിന് മുമ്പ് ചേച്ചിക്ക് നമുക്കൊരു സമ്മാനം കൂടി കൊടുക്കാം. യെസ്. ആൻഡ് ചേച്ചി ഭയങ്കരമായിട്ട് ഈ എന്താ പറയാ ഡാൻസ് കളിച്ച് ക്ഷീണിച്ചിരിക്കുന്നുണ്ട്. ഒരു ഫാൻ ഞാൻ ജയിക്കണ്ടായിരുന്നു, ഞാൻ തോറ്റു നന്നായി. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ട്. എന്റെ മോന് ഇഷ്ടപ്പെടും, അവന് കൊടുക്കും. അങ്ങനെയല്ല, എപ്പോഴും നമ്മൾ വലിയ വലിയ സമ്മാനങ്ങളല്ലോ, ചില സമയത്ത് ഇതേപോലെ വളരെ ഊതിയാ മതി. കാറ്റാടി തണലും തണലത്തരമതിലും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട്, അതായത് വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ കാറ്റാടി ഉപയോഗിക്കാം. അത് കഴിക്കാം. ഇനി നിയാസിക്കയുടെ പണിഷ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയാസിക്ക ഇംഗ്ലീഷിന്റെ ഒരു വേർഡ് പോലും യൂസ് ചെയ്യാണ്ട് ഫുൾ മലയാളത്തിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ചേച്ചി നമ്മൾ മാക്സിമം എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. റെഡി? ഇവിടെ നടുക്കിലേക്ക് ഇടുന്നോളൂ. ഇംഗ്ലീഷ് സംസാരിച്ച് ഒരു വേർഡെങ്കിലും ഇംഗ്ലീഷ് ആയി കഴിഞ്ഞാൽ ഉടനെ പാട്ട് പ്ലേ ചെയ്യും, അതിന് ഡാൻസ് ചെയ്യണം. അപ്പൊ റെഡി? നിയാസിക്ക റെഡി ആയിട്ട് നിൽക്കണം. റെഡി അല്ലേ? ഓക്കെ. അപ്പം നിയാസിക്ക എങ്ങനെയാണ് കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്, ട്രിവാൻഡ്രത്തേക്ക് വന്നത് എങ്ങനെയാണ്? ബൈ റോഡാണോ ഫ്ലൈറ്റ് ആണോ എങ്ങനെയാ വന്നത്? ഞാൻ പാതയിലൂടെ വന്നു. പാതയിലൂടെയോ? പാതയിലൂടെ പാതയെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇങ്ങനെ വഴി. അതിലെങ്ങനെ വന്നു? അതിൽ ഞാൻ വന്നത് വണ്ടിയിൽ. ഏത് വണ്ടിയില്? ഇത് ഏത് കളർ? ഇതാണ് ഇഷ്ടം. ഏത്? കറുപ്പ്. കറുപ്പ് വസ്ത്രം. വസ്ത്രം എനിക്ക് ഏത് പിന്നെ രീതിയിലുള്ള വസ്ത്രവും ഇഷ്ടമാണ്. ഏത് രീതിയിലുള്ള വസ്ത്രമാണ്? ഏത് രീതിയിലുള്ള വസ്ത്രം ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഇതെന്താണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് ആംഗലേയം. ആംഗലേയത്തിന്റെ എന്താണ് ഈ ഇങ്ങനെ പ്രിന്റിന് എന്തോ പേര് പറയൂലോ, എന്താണത്? ഇതിന്റെ പേര് അല്ല, ഞാൻ അറിയില്ല എന്നുള്ള ഉത്തരം ഇവിടെ എടുക്കില്ല. അറിയില്ല പാടില്ല, മുക്കാനും മുള്ളാനും പാടില്ല. ഞാൻ ആക്ച്വലി നിയാസിക്കയുടെ ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണ്? ഒരുപാട്. മുക്കാനും മൂളാനും പാടില്ല, അതായത് നമ്മൾ തോക്കുന്നു. ഇഷ്ടപ്പെട്ട സിനിമകൾ വേഗം പറ. ഒരുപാടുണ്ട്. എവിടെ മദ്രാസിലുള്ള ജീവിതം എങ്ങനെയുണ്ട്? ചെന്നൈ വളരെ നല്ലതായിരുന്നു. എന്തൊക്കെയായിരുന്നു അവിടെ ആക്ടിവിറ്റീസ് ഒക്കെ? എന്തായിരുന്നു അവിടെ? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാരും കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിക്കും, കുളിക്കും, പിന്നെ ശുചിമുറിയിൽ പോയിട്ട് രാവിലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. കോളേജ് ഏത് കോളേജിലാണ് പഠിച്ചേ? അവിടെ പഠിച്ച കോളേജിന്റെ വർക്ക്ഔട്ടിന്റെ കാര്യങ്ങളൊക്കെ പറയൂ. എങ്ങനെയാണ് വർക്ക്ഔട്ട്സ്? എന്തൊക്കെ വർക്ക്ഔട്ട്സ് ആണ് ചെയ്യാറ്? ഞാൻ വളരെ നല്ല രീതിയിൽ എന്റെ ശരീരം പരിപോഷിക്കുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. അതെന്താണ്? എന്തൊക്കെയാണ്? പുഷപ്സ് ആണോ അതെയോ സിറ്റപ്സ് ആണോ? കൈകൾ താഴെ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ മുകളിലോട്ട് പോയിട്ട് കൈകൾ താഴെ മുകളിലോട്ട് പോവുക, പിന്നെയും താഴെ പോവുക, പിന്നെയും മുകളിലോട്ട്. ചെയ്ത് കൊറോണ കാരണം ഞാൻ ഇവിടെ മലയാളം ഇല്ല. കൊറോണ ഇംഗ്ലീഷ് ശരി. അപ്പൊ വേറെ ചെയ്യാം, അതായത് നിലത്ത് മുട്ടാത്ത വേറെ എന്ത് എക്സസൈസ് ചെയ്യാം? വേറെ എക്സസൈസ് ചെയ്യാം. എക്സസൈസ് കൊറേ പാടുപെട്ടല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ഈ ഗെയിം? പറ. വിചാരിച്ച പോലെ ഈസി ആയിരുന്നു? ഞാൻ ഇത് അറിഞ്ഞത് വരൂലായിരുന്നു. ഓ
ഓക്കെ, അപ്പൊ നിയാസിക്ക ആൻഡ് മീര ചേച്ചി, നിങ്ങൾ ഗെയിം കളിച്ച് ക്ഷീണിച്ചിരിക്കല്ലേ, ഇനി നമുക്ക് കുറച്ച് വിശേഷങ്ങളിലേക്ക് പോയാലോ? മീര ചേച്ചി പറയൂ, ഡാൻസിനോടുള്ള ഒരു ഇഷ്ടം, ഡാൻസർ ആണ്, എത്ര വയസ്സ് മുതൽ ഡാൻസ് പഠിക്കുന്നു? അതൊക്കെ ഡാൻസ് ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണെന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഭയങ്കര പഠിച്ചിട്ടുണ്ട്, ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അങ്ങനെ വളരെ ഫോക്കസ്ഡ് ആയിട്ടൊന്നും ഡാൻസ് പഠിച്ചിട്ടില്ല. ക്ലാസിക്കൽ തന്നെയാണ് പഠിച്ചത്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് മോഹിനിയാട്ടം, ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പിന്നെ മോഹിനിയാട്ടം പഠിച്ചു. അപ്പൊ അത് എൻജോയ് ചെയ്ത് ഡാൻസ് ചെയ്യാറുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ സാധാരണ സീരിയലിലെ പെയർ എന്ന് പറയുമ്പോൾ അവരൊരു യങ്സ്റ്റേഴ്സിന്റെ പെയർ, അല്ലെങ്കിൽ അവരുടെ അങ്ങനെ കുസൃതി അതൊക്കെയാണ്. നിങ്ങളുടെ രണ്ടുപേരും പ്രണയത്തിന് വേറൊരു ഭംഗിയുണ്ട്. നിങ്ങൾ അടുത്തിരുന്ന് സംസാരിക്കുമ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ അതൊക്കെ ഒരു വേറൊരു ഫീലാണ്, പല ആൾക്കാർക്കും കണക്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ ക്യാരക്ടേഴ്സിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഒരു ഡുവറ്റ് പെർഫോമൻസ് കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? ഹൈലി റൊമാൻസ് വേണോ അതോ ക്യൂട്ട്നെസ് വേണോ? റൊമാൻസ് കുറച്ച് കുറയ്ക്കാം. ക്യൂട്ട് ആവാ അല്ലേ? പ്രായമായില്ലേ? ഇപ്പൊ സംഭവിച്ചു. അതാ ഇപ്പൊ പ്രായം സംഭവിച്ചല്ലോ. എനിക്ക് പ്രായമായി. ഞാൻ സെറ്റിലും പറയാറുള്ളൂ, ഞങ്ങളുടെ വയസ്സാങ്കാല പ്രേമമാണ്. അപ്പൊ പ്രേമിക്കേണ്ട എല്ലാം സ്വാസികയ്ക്കും പ്രേമിനും കൊടുത്തോളൂ, അവര് പ്രേമിച്ചോട്ടെ, ഞങ്ങളെ വെറുതെ വിടും. ഞങ്ങളിങ്ങനെ മരുന്നെടുത്ത് കൊടുക്കുക. പ്രേമിക്കാൻ വേണ്ടി ഇങ്ങനെ അലഞ്ഞു നടക്കാണ്. തരൂ സർ, സർ സീൻ തരൂ, ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ സർ. നിയാസികയ്ക്കും ആഗ്രഹമുണ്ട്. എപ്പോഴും നിയാസിക പറയും എനിക്ക്. അപ്പൊ ഞാൻ പറയും അവിഹിതം കൊടുത്തോളാം, പറയും എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് അവിഹിതം ആയിക്കട്ടെ എന്ന് പറഞ്ഞു. മീരയ്ക്ക് ഓൺ സ്ക്രീനിൽ കെട്ടിപ്പിടിക്കാൻ താല്പര്യമില്ല, ഓഫ് സ്ക്രീൻ